ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. ഇറ്റ്സ് മീ ഫസി ഫ്രെയിംസ്. നല്ല മഴ പെയ്യുന്ന സമയത്ത് എന്തുണ്ടാക്കണം എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു പൂതി. നല്ല പൂരിയും മുട്ട റോസ്റ്റും ഉണ്ടാക്കിയാലോ. മുട്ട റോസ്റ്റ് എന്ന് പറഞ്ഞാൽ പല ആൾക്കും പല ഇഷ്ടങ്ങളായിരിക്കും. പക്ഷേ എൻ്റെ ഒരു ഫേവറേറ്റ് മുട്ട റോസ്റ്റ് ഉണ്ട്. അത് തന്നെ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ പൂരിയും മുട്ട റോസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ഫുഡാണ്. എന്താ അറിയില്ല, ചെറുതു മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡാണ് പൂരിയും മുട്ട റോസ്റ്റും. ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ്. പക്ഷേങ്കിൽ എന്താ പറയുക, കഴിച്ചു കഴിഞ്ഞാൽ വയറും മനസ്സും ഒരുപോലെ നിറയും. കഥയൊക്കെ പറഞ്ഞ് അങ്ങെത്തും. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഫസ്റ്റ് വൺ, നമുക്ക് പൂരിക്ക് വേണ്ടിയിട്ട് ആട്ടപ്പൊടി എടുക്കാം. എന്നിട്ട് ലൈറ്റ് ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് എന്താക്കാം, മെല്ലെ കുഴച്ചെടുക്കാം. പിന്നെ പൂരി ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് എന്താക്കാം, മുട്ട റോസ്റ്റിൻ്റെ പണി തുടങ്ങാം. മുട്ട റോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. നിങ്ങൾ മുട്ട റോസ്റ്റ് എന്ന് പറയുമ്പോൾ കുറേ ഉള്ളി കട്ട് ചെയ്യണം, കുറേ തക്കാളി എടുക്കണം, അങ്ങനെയുള്ള ഒരു ചിന്താഗതി ആയിരിക്കും. പക്ഷെ ഭയങ്കര സിമ്പിളാണ്. ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പില മല്ലിച്ചപ്പ്, ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വരുന്നത്. പിന്നെ ഇത് കുറേ മുളക് മസാലയൊന്നുമില്ല. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, വേണമെങ്കിൽ ചിക്കൻ മസാല കേട്ടോ. എൻ്റെ എല്ലാത്തിനും എനിക്ക് ചിക്കൻ മസാല ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എല്ലാത്തിലും ചിക്കൻ മസാല ഇടാക്കും. അതെന്താ അറിയില്ല, ഭയങ്കര ടേസ്റ്റുമാണ്. എന്നിട്ടങ്ങനെ ചിക്കൻ മസാല ഇടുക, നല്ലോണം വഴറ്റുക. ശേഷം എന്താക്കുക, ഓയിൽ ചെറുതായിട്ട് സ്പ്രെഡ് ചെയ്യുക. അതിലേക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. വെളിച്ചെണ്ണ യൂസ് ആക്കുന്നവർക്ക് വെളിച്ചെണ്ണ യൂസ് ആക്കാം, ഓയിൽ യൂസ് ആക്കുന്നവർക്ക് ഓയിൽ യൂസ് ആക്കാം, യുവർ ചോയ്സ്. ഓക്കെ. എന്നിട്ട് എന്താക്കുക, മുട്ട പൊട്ടിക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, മേലെ ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. സോ സിമ്പിൾ. അതൊന്ന് ആയി വരുന്ന സമയത്ത് എന്താക്കുക, ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇത്ര പരിപാടിയല്ലോ, പെട്ടെന്നായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പം മറന്നുപോയല്ലോ, നമ്മുടെ പൂരി അവിടെ വേസ്റ്റിലിരിക്കുന്നുണ്ട്. പൂരിക്ക് വേണ്ടിയിട്ട് എന്താക്കാം, ചപ്പാത്തി കോലൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുക. കുറച്ച് ആട്ടപ്പൊടി സെറ്റാക്കി വെക്കുക. അങ്ങനെ ഒരു പാന് വെക്കുക, ഓയിൽ വയ്ക്കുക, പൂരി എന്താക്കുക, പരത്തുക. ചൂടായ എണ്ണയിലേക്ക് പൂരി ഇട്ട് കൊടുക്കുക, തിരിച്ചു മറിച്ചിടുക. സോ പൂരി റെഡി ആയിരിക്കുന്നു. പുറത്ത് നല്ല മയും നല്ല ചൂടുള്ള മുട്ട റോസ്റ്റും പൂരി റെഡി ആയിരിക്കുന്നു. എന്തായാലും ഞാൻ കഴിക്കലാണ്. നിങ്ങൾ ഉണ്ടാക്കി വെക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.